എത്ര പൈസയുണ്ട്, എത്ര സ്വാധീനമുണ്ട് എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മരണത്തിന്റെ മുന്നിൽ നമ്മൾ ആരും ഒന്നുമല്ല. ഈ നിമിഷം ആ നിമിഷം ആസ്വദിക്കുക. എപ്പോഴാ മരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഡോറ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ അതോട്ട് കയറാൻ വയ്യ, സ്മെല്ല. അത് ഒരു 2 മാസ്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു വല്യമ്മയുടെ ഒരു തോർത്തെടുത്ത് ഞാൻ ചുറ്റിക്കെട്ടി. അയലത്തുകാർ പറഞ്ഞത് അവർ കരുതി പന്നിയലി എത്ത് കിടക്കുമായിരിക്കും. സ്ത്രീകൾ ഒന്ന് ഫീൽഡ് പിടിച്ചു വരാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം. അമ്മ ആ ഒരു ഫീല് വരും. അതെ, ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ശരീരത്തൊരു വൈബ്രേഷൻ ഉണ്ടാകും. ഒരു ദിവസം തന്നെ 4-5 ഡെഡ് ബോഡീസിന്റെ ഒക്കെ എടുക്കേണ്ടി വരും. മരണത്തെ ഏറ്റവും കൂടുതൽ ഭയമുള്ള ഒരാളായിരുന്നു ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-6 ദിവസം പഴകിയതായിരിക്കും. ചിലത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത അന്നേരം നമ്മുടെ മനസ്സിൽ. എന്തെങ്കിലും ഒരു ആത്മാവിന്റെ സാന്നിധ്യമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവളാണെങ്കിൽ ശവത്തിന്റെ കൂടെ ഒക്കെ നടന്ന് ഇവക്കും ഇപ്പൊ ഇവളുടെ കൂടെ എപ്പോഴും പ്രേതം കാണും, അത് കാണും, ഇത് കാണും എന്നൊക്കെ പറയും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ ഒരു ആംബുലൻസിന്റെ ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു പൈലറ്റ്. സേവനം എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫിക്ക് പോകുന്ന വീട്ടിലറിയാതാണല്ലോ പോകുന്നത്. നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുക. പെൺപിള്ളേര് അടങ്ങി ഒതുങ്ങി പോകണം. ഒരു ലേഡിയല്ലേ, എല്ലാവർക്കും അതിശയമാണ്. ഞാൻ രണ്ടും കൽപ്പിച്ച് വരാന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നു പോലീസുകാരൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, എന്താ വന്നേ? ഞാൻ പറഞ്ഞ് രാജേഷിന്റെ ബോഡിയുടെ ഫോട്ടോ എടുക്കാൻ വന്നു. അയ്യോ, നിങ്ങളുടെ ഇവിടെ പുരുഷന്മാരും ഇല്ലേ? പുരുഷന്മാരെടുത്താലേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അച്ഛനെ പൂട്ടിയിട്ടിട്ടാ പോകുന്നത്. അച്ഛന് വയ്യാത്തതാ. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ആലപ്പുഴ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. അച്ഛൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് അച്ഛൻ മറിഞ്ഞ് വീടിനകത്ത് കിടക്കുക. അത്രയ്ക്ക് കരഞ്ഞോട്ടോ, അത്രയ്ക്ക്. ഞാൻ ഒത്തിരി പൊട്ടി കരഞ്ഞ ദിവസം. 3-4 ഞാൻ ലോണിന് ചെന്നപ്പോഴും നമ്മളെ അങ്ങ് ഒരുമാതിരി അപജ്ഞയായിട്ടാണ് പറഞ്ഞു വിട്ടത്. മേഡം നോക്കിക്കോ, ഒരിക്കൽ ഇവിടുത്തെ ഏറ്റവും നല്ല കസ്റ്റമർ ഞാനായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ 100-500 ഡെഡ് ബോഡീസിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരേ ഒരു ബോഡി അതാണ്. 2 പതിറ്റാണ്ടുകളിലേറെയായിട്ട് ഒരുപാട് മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയിട്ടുള്ള വനിതാ ഫോട്ടോഗ്രാഫറാണ് എൻ്റെ കൂടെയുള്ളത്, ഷൈജ തമ്പി. ചേച്ചി നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ്. അത്ര ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണാണ് ചേച്ചി. അപ്പോൾ ഈ മൃതദേഹങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സൈലൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് പോയി എടുക്കേണ്ടത്. സീരിയസ് ആയിട്ട് നിൽക്കണം, പറ്റാറുണ്ട് അങ്ങനെ? അത് സാധിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേറെ ഒരാൾക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും വിഷമം തോന്നുന്ന സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ദേഷ്യം തോന്നുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഒന്നുകിൽ ദേഷ്യം അല്ലെങ്കിൽ വിഷമം. ഈ 2 സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അത്. എല്ലാവരും എന്നോട് ചോദിക്കും, എന്നെ അറിയാൻ വയ്യാത്തവരൊക്കെ ചോദിക്കും, സീരിയസ് പേഴ്സൺ എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. പക്ഷെ അവരെന്നോട് ഒന്ന് ഫോൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടായിരിക്കും. കാരണം എന്ന് പറയുന്നത് എനിക്കങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. നമുക്ക് എന്ത് ദുഃഖങ്ങളുണ്ടെന്നുണ്ടെങ്കിലും മറ്റുള്ളവർ അറിയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളങ്ങ് പൊയ്ക്കോണം. എപ്പോഴും ഹാപ്പി മൂഡിലിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അതുകൊണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. എപ്പോഴും എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ മോർച്ചറി എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഉള്ളിലൊരു പേടിയും ഒരു വിഷമമൊക്കെയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പേടിപ്പെടുത്തുന്നതാണെങ്കിലും എന്താ പറയുക, വിഷമം തോന്നുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴൊക്കെ. ഇപ്പം ഡെഡ് ബോഡീസ് തിരിച്ചറിയുന്ന കാര്യങ്ങൾക്കൊക്കെ ആളുകൾ കയറാറുണ്ടല്ലോ, വിഷമിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് വരുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ചേച്ചിയുടെ ഉള്ളിൽ തട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അത് ഈ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ എടുക്കുമ്പോഴത്തേക്ക് എനിക്കത് ഒട്ടും അങ്ങോട്ട് താങ്ങാൻ പറ്റില്ല. അതെന്തോ എനിക്ക് അന്നേരം എൻ്റെ മോനെ കാണണമെന്നൊക്കെ തോന്നും. അത് വേറെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ചില കൊലപാതകങ്ങളിൽ അത് ഈ മരണപ്പെട്ടവർ ഒരു തെറ്റും ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ അതൊരു വിഷമമായിരിക്കും. അവരെ ഇങ്ങനെ കൊന്ന ആ കിടക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും വിഷമം തന്നെയാണ്. ഈ അമ്മ ആ ഒരു ഫീല് വരും. അതെ, അമ്മ എന്നുള്ളൊരു ഫീല് വന്ന് പെട്ടെന്ന് നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോവും. അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എന്നൊക്കെ ഉള്ള ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ശരീരത്തൊരു വൈബ്രേഷൻ ഉണ്ടാകും. കുഞ്ഞുങ്ങളുടെ ഒക്കെ കാണുമ്പോഴത്തേക്ക് ചിലപ്പം കൊച്ചു കുഞ്ഞുങ്ങളായാലും ചിലപ്പോൾ അതുങ്ങൾ കടുംകൈ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അബദ്ധവശാൽ പറ്റുന്നതായിരിക്കാം, ചിലപ്പം മറ്റുള്ളവർ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല.
ആ ഒരു സാഹചര്യങ്ങളൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്തെങ്കിലും ഒരു ആത്മാവിന്റെ സാന്നിധ്യമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ അടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അതെ, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യവും അതെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് എപ്പോഴും പറയും, ഓ ഇവളാണെങ്കിൽ ശവത്തിൻ്റെ കൂടെ ഒക്കെ നടന്ന് ഇവക്കും ഇപ്പോൾ ഇവളുടെ കൂടെ എപ്പോഴും പ്രേതം കാണും, അത് കാണും, ഇത് കാണും എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അങ്ങനൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഈ ഇത്രയും ഡെഡ് ബോഡീസിൻ്റെ എടുത്തെങ്കിലും ശരി, ചിലപ്പം ഒരു ദിവസം തന്നെ 4-5 ഡെഡ് ബോഡീസിൻ്റെ ഒക്കെ എടുക്കേണ്ടി വരും. അപ്പം എടുത്ത് വന്ന് എങ്ങനെങ്കിലും ഒന്ന് കുളിച്ച് കയറി കിടക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. കിടന്ന് അന്നേരം തന്നെ അങ്ങ് ഉറങ്ങും. ഇവരെല്ലാം ചോദിക്കും, എങ്ങനെ നീ വന്ന് കിടന്ന് ഉറങ്ങുന്നു, രാത്രിയിൽ ഈ ഇതൊക്കെ മനസ്സിൽ വരുത്തില്ലേ എന്നൊക്കെ. ഉണ്ടായിരുന്നു. അതെപ്പോഴാണെന്നറിയാവോ? ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ഫീൽഡിലേക്ക് വരുന്നതിന് മുൻപ് മരണത്തെ ഏറ്റവും കൂടുതൽ ഭയമുള്ള ഒരാളായിരുന്നു ഞാൻ. അന്ന് ഈ എന്താ പാതകത്തിൻ്റെ അടിയിൽ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അടുക്കളയിൽ പാതകമൊക്കെ, ഈ പാതകത്തിൻ്റെ അടിയിൽ കിടന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പം അവിടെ കിടന്നു കഴിഞ്ഞാൽ പ്രേതം അങ്ങോട്ട് വരത്തില്ല എന്നുള്ള ചിന്തയായിരുന്നു എൻ്റേത്. പക്ഷേ അങ്ങനെ ഉള്ള ആ ഞാനാണ് ഇപ്പം ദിവസവും അതും പലതരം ബോഡിയുടെയാണ് കാണേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-6 ദിവസം പഴകിയതായിരിക്കും. ചിലത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ചിലത് ഹാങ് ചെയ്ത് നിൽക്കുന്നിടത്ത് തന്നെ ആയിരിക്കും. ഒരു ദിവസം തന്നെ ഇങ്ങനെ പല സിറ്റുവേഷനിലും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലത് ആക്സിഡൻ്റ് ആയിരിക്കും. അങ്ങനെ അപ്പം ആക്സിഡൻറ്റിൻ്റെ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ട്രെയിൻ തട്ടി, അതന്നെ ട്രെയിൻ തട്ടിയുള്ള മരണമൊക്കെ എന്ന് പറയുന്നത് അതൊരു എന്താ പറയണ്ടേ, നമുക്കങ്ങോട്ട് അതിനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കായിരിക്കും മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത അന്നേരം നമ്മുടെ മനസ്സിൽ ആ ഒരു സമയം അഹങ്കാരം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, മാറും. ഡെഡ് ബോഡീസിൻ്റെ എടുക്കാൻ പോയി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാനാണെന്നുള്ള അഹങ്കാരം, ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുത്, ഞാൻ മറ്റോ ഈ കാശൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കാറൊക്കെ എടുത്തു കഴിഞ്ഞു, വലിയ വീട് വെച്ച് കഴിഞ്ഞ് എനിക്കപ്പുറം വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. അപ്പം ഒരിടത്ത് ഞാനൊരു ഇൻക്വസ്റ്റിന് ചെന്നു, ചെങ്ങന്നൂരാണ് ചെന്നത്. അപ്പം പിന്നെ ഇൻക്വസ്റ്റിന് ചെന്ന് ഭയങ്കര 4-5 ദിവസമായ ബോഡിയാണ്. ആ വീടിൻ്റെ ചുറ്റുമതിൽ കെട്ടിയിരിക്കുകയാണ്. ചുറ്റുമതിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കമ്പിയൊക്കെ ഇങ്ങനെ കുത്തി വെച്ചേക്കുക, മറ്റുള്ളവർ കയറാതിരിക്കാൻ. അപ്പം വൈഫ് നേരത്തെ മരിച്ചുപോയി, ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഒരു മകനേ ഉള്ളൂ. ഈ പിന്നെ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് മകനെ അങ്ങ് കൊണ്ടുപോയി, ഫാമിലി അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ ഈ പുള്ളി ബിസിനസ്സെല്ലാം ഈ മകനെ ഏൽപ്പിച്ചിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് പുള്ളിക്ക് പിന്നെ നാട്ടിൽ ജീവിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു, പള്ളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പം പക്ഷേ 2-3 ദിവസമായിട്ടും ഒരു റെസ്പോൺസും ഇല്ല. മോൻ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. മോനും തിരക്ക് കാരണം എപ്പോഴൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ മോൻ വിളിച്ചിട്ടൊന്നും ഒരു റെസ്പോൺസും ഇല്ലായിരുന്നപ്പോൾ മോൻ ഈ പുള്ളിയുടെ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പായെ കിട്ടുന്നില്ല, എന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ആ പുള്ളി വന്ന് നോക്കിയപ്പോൾ ഗേറ്റെല്ലാം അടച്ചിട്ടേക്കുക, ഫ്രണ്ടിൽ പത്രമൊക്കെ അതേപോലെ തന്നെ കിടപ്പുണ്ട്, വീട്ടിൽ വേറെ ആരുമില്ല. അന്നേരം പുള്ളിക്ക് സംശയം. പുള്ളി എന്ത് ചെയ്തു, അവരുടെ വീട്ടിൽ ജോലിക്ക് ചെന്ന ഒരു ബംഗാളിയെ കൊണ്ടുവന്നു ഒരു ഏണി വെച്ച് അപ്പുറത്ത് ചാടിച്ച് അവിടെ എന്താ പിന്നെ അവരവിടെ ചെന്നപ്പം ഡോറ് ലോക്കാണ്. ലാസ്റ്റ് ഈ പുള്ളിക്ക് എന്തോ പിടികിട്ടി പുള്ളി ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഡോറ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ അകത്തോട്ട് കയറാൻ വയ്യ, സ്മെല്ല. 3-4 ദിവസത്തിൽ കൂടുതലായി, പുഴുവൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ ഡെഡ് ബോഡി. അപ്പം അന്നേരം ഇതിൻ്റെ ഇൻക്വസ്റ്റിന് ഞാനാണ് പോകുന്നത്. അന്നേരം നമുക്ക് എത്ര പൈസയുണ്ട്, എത്ര സ്വാധീനമുണ്ട്, എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മരണത്തിൻ്റെ മുന്നിൽ നമ്മളാരും ഒന്നുമല്ല. ഈ നിമിഷം ആസ്വദിക്കുക. ഈ നിമിഷമേ ഉള്ളൂ, അടുത്ത നിമിഷം നമുക്ക് പറയാൻ പറ്റില്ല, എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ അന്നേരം പറയും, ഇതിനകത്തിലൊന്നിനും ഒരു വാല്യൂ ഞാൻ കൽപ്പിക്കുന്നില്ല, ചെയ്യുന്ന പ്രവൃത്തിക്ക് മാത്രം വാല്യൂ. കാരണം അതെന്നും നിലനിൽക്കും, എപ്പോഴാണ് മരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ അടുത്ത് ഒരു ബോഡിയുടെ എടുക്കാൻ പോയി. ആ ബോഡിയുടേത് ആരും എടുക്കുന്നില്ല. അപ്പോൾ പോലീസുകാരെന്നോട് പറഞ്ഞു, ചേച്ചി നമ്മളും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സന്ധ്യയായി, വെട്ടമൊന്നുമില്ല അവിടെ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇൻക്വസ്റ്റ് ചെയ്യാതെ പറ്റില്ല, എന്ത് വന്നാലും പറ്റില്ല. അന്നേരം സാക്ഷികൾ എഴുതിയവരുടെ നമ്മൾ ഫോട്ടോ എടുക്കണം.
ഈ ബോഡിയുടെ അടുത്ത് നിന്ന് പോലീസും സാക്ഷികളും എല്ലാവരോടെ നിന്ന് ഫോട്ടോ എടുക്കണം. സാക്ഷികൾ എഴുതിയവരെ നോക്കിയപ്പോഴത്തേക്ക് ആരെയും കാണുന്നില്ല ഫോട്ടോ എടുക്കാൻ നേരം. അവരെല്ലാം അന്നേരം ഓടിക്കളഞ്ഞു. ഒരു പോലീസുകാരൻ എങ്ങാണ്ടൊക്കെ പോയി 2-3 പേരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിടുക. അത് പിന്നെ 2 മാസ്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു വല്യമ്മയുടെ ഒരു തോർത്തെടുത്ത് ഞാൻ ചുറ്റിക്കെട്ടി, എന്നിട്ടും നമുക്ക് പറ്റുന്നില്ല. അന്നേരം അയലത്തുകാരോട് ചോദിച്ച്, ഈ പുള്ളി ഒറ്റയ്ക്കാണ് താമസിക്കുന്ന വീട്ടിൽ, അയലത്തുകാരോട് പോലീസുകാർ ചോദിച്ചു നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അന്നേരം ഈ അയലത്തുകാർ പറഞ്ഞത് അവർ കരുതി പന്നിയലി അത്ത് കിടക്കുമായിരിക്കും എന്ന്. അപ്പോൾ അപ്പുറത്തൊരു വീട്ടിൽ ബംഗാളികൾ നിന്ന് പണിയുമ്പോൾ അവർക്ക് സ്മെല്ല് കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ വയ്യ. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊന്ന് എത്തി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കട്ടിലേ കിടന്ന ആ ഒരു രീതിയിൽ തന്നെ പുള്ളി മരിച്ചു. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇതൊന്നും നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത് കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അയലുകാരോട് മിണ്ടാൻ വയ്യെങ്കിൽ 2 ചീത്തയെങ്കിലും വിളിച്ചേക്കണം. എന്താണെന്നറിയാമോ, വേറെ ഒന്നുമില്ല. ഒരു ദിവസം ചീത്ത വിളി കേട്ടില്ലെങ്കിൽ അവർ എന്താ ഇന്ന് ചീത്ത വിളിച്ചില്ലല്ലോ എന്താ എന്നൊന്ന് ചോദിക്കും. ആംബുലൻസ് ഡ്രൈവർ ആവണം എന്നൊക്കെയായിരുന്നു പണ്ടത്തെ ആഗ്രഹം. ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ ഒരു സേവന സ്വഭാവം ഉണ്ട്. അതെങ്ങനെ വന്നത്? കുഞ്ഞില് തൊട്ട് ഇങ്ങനെ ഇഷ്ടമാണ് ആളുകളെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ? അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ജോലികളല്ലേ? അത് എല്ലാവർക്കും പറ്റാത്ത ജോലിയാണ്. അതെ, ഈ ചെറുപ്പത്തിൽ എനിക്ക് കുറേയേറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്നെ എല്ലാവരും മാതൃകയാക്കണം, പക്ഷേ ഞാൻ ആരെയും മാതൃകയാക്കത്തില്ല. എനിക്കിഷ്ടമല്ല കേട്ടോ. എന്നെ എല്ലാവരും, കാരണം ഷൈജയുടെ ഫ്രണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഷൈജ എൻ്റെ ഫ്രണ്ടാണ്, ഷൈജ എൻ്റെ ബന്ധുവാണ്. കാരണം അതിന് കുറച്ച് കുറച്ച് കയ്പുണ്ട്. കയ്പെന്ന് പറയുന്നത് ഈ പല ബന്ധുക്കൾക്കും നമ്മളോടത്ര അറ്റാച്ച്മെൻറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൗതുകത്തെ എല്ലാവരെയും നോക്കി നിന്നിട്ടുണ്ട്. ഈ ബന്ധുക്കളൊക്കെ വരുമ്പോഴും ഓണത്തിനൊക്കെ വീടുകളിൽ, മറ്റുള്ള വീടുകളിലൊക്കെ ബന്ധുക്കളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ വീട്ടിലാരും അങ്ങനെ വരത്തില്ല. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും അങ്ങോട്ട് എങ്ങനെ പോകാറില്ല. പിന്നെ ഒത്തിരി ഡ്രസ്സ് കാര്യങ്ങൾ കളർഫുള്ളാണ് അവർക്കൊക്കെ. എന്നാലും അത്ര കളർഫുൾ അല്ലേലും ഉണ്ട് എങ്കിലും മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോഴത്തേക്ക് എനിക്കൊരു ഇതൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ നിങ്ങളോട് പറയാം. അപ്പം എന്താണെന്നൊന്നും എനിക്കന്ന് കുഞ്ഞിലെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ സപ്ലിമെൻറ്റിനകത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം പത്രം വായിക്കുന്നത്. റോഡിൽ കിടക്കുന്ന ഒരു പേപ്പർ കഷ്ണമായാലും ഞാൻ എല്ലായിടത്തും വായിക്കും. അന്നേരം ഒരു സപ്ലിമെൻറ്റിനകത്തിൽ നിഫ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ലേഡി തൃശ്ശൂരുള്ളതാണ്, ആനപ്പാപ്പാത്തിയാണ്. അപ്പോൾ ഇത് ഞാൻ വായിച്ചപ്പോൾ അതെൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് കിടന്നു. അതെൻ്റെ യുറീക്ക പുസ്തകം പൊതിഞ്ഞതായിരുന്നു കേട്ടോ, അതിനകത്ത് നിന്ന് വായിച്ചത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് കിടന്നു. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ എന്നെ മാതൃകയാക്കാവൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഇങ്ങനെയൊക്കെ പറയണം, അവളാണ് ഞങ്ങളുടെ ഫ്രണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് എന്താകാൻ പറ്റും, എനിക്കും എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ. അതുവരെ സീരിയസ്ലി ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അന്ന് 5ാം ക്ലാസ്സിലായതേ ഉള്ളൂ. 4ാം ക്ലാസ്സിലെ യുറീക്ക പുസ്തകത്തിലായിരുന്നു ഇത് കേട്ടോ. പുസ്തകം പൊതിഞ്ഞ പേപ്പറായിരുന്നു. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്കും വേണം എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴത്തേക്കാണ് എൻ്റെ മനസ്സിൽ അന്ന് ഫിലിം ക്യാമറ ഒക്കെയാണ്, ഇങ്ങനെയുള്ള ഡിജിറ്റലൊന്നും ഇല്ല, ഒരിക്കലും ഒരു ക്യാമറ ഫീൽഡൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഒന്നുമില്ല, എനിക്കൊരു ഫോട്ടോഗ്രാഫറാണ്, അല്ലെങ്കിൽ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ആംബുലൻസിൻ്റെ ഡ്രൈവറാകുന്നത്. ഈ ലൈറ്റൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് മറ്റുള്ള വണ്ടിക്കാരെല്ലാം മാറി തരുമല്ലോ, നമ്മൾ നല്ല സ്പീഡിൽ നമുക്കങ്ങ് പോകാം, ആ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ എനിക്ക് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു പൈലറ്റ്. അത് എനിക്കറിയാം നടക്കത്തില്ലെന്നറിയാം, കാരണം അത്രയും രൂപയൊന്നും മുടക്കാനായിട്ട് വീട്ടിലില്ല. അതുമല്ല ഈ ഞാൻ ഉദ്ദേശിച്ച 3 കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളാണ്. കാരണം സാധാരണ ഒരു ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. ഇങ്ങനെയൊന്നുള്ള ഒരു കാര്യങ്ങളും ചിന്തിക്കാൻ പോലും അവർക്കാർക്കും കഴിയില്ല. നാട്ടിലുള്ളവർക്കായാലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലായാലും ആർക്കും കഴിയില്ല. അപ്പം അപ്പം പിന്നെ നമ്മുടെ മനസ്സിലൊതുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ സേവനം എനിക്ക് പണ്ട് മുതലേ എനിക്കിഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, എനിക്ക് കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ മാക്സിമം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാൻ പറയാം അങ്ങനെ പോരുത്, ഇങ്ങനെ പോരുത്. അപ്പോൾ ഇവരൊക്കെ ചോദിക്കും ഇതൊക്കെ നിനക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു? വേറെ ഒന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ വന്ന ഒരു ആഗ്രഹമാണ്. അത് എങ്ങനെ സഫലീകരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. കാരണം അന്ന് നമുക്ക് ഇതേപോലെ യൂട്യൂബ് നോക്കി അടിച്ചെടുക്കാനൊന്നും ഇല്ല. ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് അങ്ങനെയൊന്നും ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല.
അവിടെ നിന്നൊക്കെ കയറി വന്നതാണ് ഞാൻ. ഈ ഫോട്ടോഗ്രാഫി നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആണുങ്ങളുടെ കുത്തകയായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു സ്ത്രീക്ക് ഒരു ജോലി സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കും അവിടെ ജോലി ചെയ്യാം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ആരെ മനസ്സിലാക്കി കൊടുക്കാനൊന്നും പോയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് സംസാരത്തിലൂടെ ചെയ്യത്തില്ല, പകരം പ്രവൃത്തി ചെയ്ത് കാണിക്കുക, അതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ ഞാൻ ഫോട്ടോഗ്രാഫിക്ക് പോകുന്ന വീട്ടിലറിയാതാണല്ലോ പോകുന്നത്. വീട്ടിലറിയാതെ ചെന്നു. അതാണ് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അച്ഛനാണ് അത് കഴിഞ്ഞിട്ട് അച്ഛനാണ് ക്യാമറ വാങ്ങി തരുന്നത്. അതുവരെ അറിഞ്ഞില്ല ഇവരാരും. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാം. അതിന് നേരായ വഴി എന്താണോ അതിൽ കൂടെ നമ്മൾ പോവും, അത്രേ ഉള്ളൂ. അവിടെ എനിക്ക് എൻ്റെ ലക്ഷ്യം നേടിയെടുക്കണം, അത്രേ ഉള്ളായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലറിഞ്ഞ് ഞാൻ ഒരു തെറ്റായ കാര്യമല്ല ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു കാര്യം പഠിക്കുകയല്ലേ, അത് തെറ്റല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ ഫോട്ടോഗ്രാഫിക്ക് ഞാൻ ചെന്നപ്പോൾ എൻ്റെ സാറിനും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ 18 ആൺകുട്ടികളാണ്, വെറുതെ പാഷന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും എന്നായിരുന്നു പുള്ളിയുടെ വിചാരം. പക്ഷെ അവരൊക്കെ ഓരോരുത്തർ പൊഴിഞ്ഞു പോയപ്പോഴും ഞാനേ ഉള്ളൂ കറക്റ്റായിട്ട് അവിടെ നിന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ 10-12 പേരേ ഉള്ളായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിന് മനസ്സിലായി, ഓ ഇത് സീരിയസ് കേസാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ സാറിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നല്ലപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. 6 months കോഴ്സ് ആയിരുന്നു. അപ്പോൾ ആ 6 മാസം നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വീട്ടിലറിഞ്ഞു ക്യാമറ വാങ്ങിച്ച് തന്നു കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു, ഇവളെ കൊണ്ട് നടക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. വീട്ടിലപ്പോഴത്തേക്ക് അച്ഛനും അതൊന്നും മൈൻഡ് ചെയ്യാതെ അച്ഛൻ പറഞ്ഞു, നിനക്ക് പഠിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാനും പറ്റും. എപ്പോഴാ അപ്പോൾ ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമാണ്. ഞാനിത് ഫസ്റ്റ് എൻ്റെ ഫോട്ടോ തന്നെ ഒരു പത്രത്തിന് വേണ്ടിയിട്ട് ഒരു പ്രശ്നം പിടിച്ചൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ, ഫസ്റ്റ് ഫോട്ടോഗ്രാഫി. അത് പിന്നെ എൻ്റെ സാറ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാത്തിലും സൗന്ദര്യം കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു വാർത്ത കണ്ടെത്തണം. ഇപ്പോൾ ഒരു കല്ല് അവിടെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നമ്മൾ അതിൽ കണ്ടെത്തിയിരിക്കണം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ക്യാമറ കിട്ടിയപ്പം ഒരു 101 പവൻ സ്വർണ്ണമൊക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷത്തെയാണ് നമ്മളിത് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ആഗ്രഹിച്ച ജീവിതത്തിൽ അത്ര ആഗ്രഹിച്ച് കിട്ടിയതാണ്. അപ്പൊ സ്വപ്നം കണ്ടതാ. അപ്പൊ ഞാനിപ്പോ എപ്പോഴും പറയും, ഈ സ്വപ്നത്തിന് സ്വർണത്തിനെക്കാട്ടി വിലയാണെന്ന് ഞാൻ പറയും. കാരണം സ്വപ്നം കണ്ട് എപ്പോഴും നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ സ്വപ്നം കണ്ട് അത് നേടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നേടിയെടുത്തിരിക്കും. നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വർണ്ണമോ എന്ത് വേണേലും വാങ്ങിക്കാം. അപ്പോൾ ഞാനത് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, സ്വപ്നത്തിനാണ് സ്വർണത്തിനെക്കാട്ടി വില, അല്ലാതെ സ്വർണത്തിനൊന്നും ആരും പ്രാധാന്യം കൊടുക്കണ്ടെന്ന് പറയും. അപ്പം പിന്നെ ഈ അതുവരെയുള്ള സ്വപ്നം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല എനിക്കിങ്ങനെ ഒരു ക്യാമറ കിട്ടുമെന്നോ വീട്ടിൽ നിന്ന് പിന്നെ എന്നെ പുറത്തിറക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത്ര യാഥാസ്ഥികമായ വീടാണ്. പെൺപിള്ളേർ അടങ്ങി ഒതുങ്ങി പോകണം, ഒച്ച വെക്കാൻ പാടില്ല, തിരിച്ചു മറുത്തൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ദേഷിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വേറെ പോയിട്ട് വൈകിട്ട് നേരത്തെ തന്നെ തിരിച്ച് വീട്ടിൽ വരണം, സന്ധ്യാവണത്തിന് മുമ്പ് വരണം. പിന്നെ മുടിയൊക്കെ എന്ന് പറയുന്ന അന്ന് എനിക്ക് മുട്ടും കഴിഞ്ഞ് തലമുടിയുണ്ട്. മുടിയൊക്കെ എപ്പോഴും പിന്നി ഒതുക്കി മടക്കി കെട്ടി വെച്ചോണം, അഴിച്ചിട്ടുണ്ടൊന്നും നടക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ നിർദ്ദേശങ്ങൾ. പിന്നെ ഒരു നല്ല പെണ്ണ് എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങളുടെ അമ്മൂമ്മയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ എത്ര ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും മണ്ണെണ്ണ വിളക്കിൽ എണ്ണയും തിരിയിട്ട് വെച്ചിരിക്കണം. അതേപോലെ തന്നെ വൈകിട്ട് ഈ വിറകെടുത്ത് അടുപ്പിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണം, പിറ്റേന്ന് രാവിലത്തേക്ക് കത്തിക്കാൻ. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല പെൺപിള്ളേർ. നാളെ പുള്ളിക്കാർ പറയുന്നത് നാളെ കെട്ടിച്ചു വിടുമ്പോഴേ അവിടെ ചെന്ന് എന്നെ കുറ്റം പറയരുതല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നു വന്നതാണ് ഞാൻ. ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അടുത്തുള്ളൊരു പയ്യൻ ആക്സിഡൻറ്റ് മരിച്ചു. അപ്പോൾ അത് കായംകുളം പോലീസിൻ്റെ അണ്ടറിലാണ്, ആ ഒരു സ്ഥലത്ത് വെച്ചാണ് മരിക്കുന്നത്. ഇൻക്വസ്റ്റിന് ഫോട്ടോഗ്രാഫറെ വേണമെന്ന് പോലീസുകാർ പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ബോഡി. അന്നേരം ഇവരെല്ലാമായിട്ട് എൻ്റെ ഫ്രണ്ടാണ്.
ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങി. പിന്നെ പത്രത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കും, പത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ തുടങ്ങി. അത്യാവശ്യം ഫോട്ടോഗ്രാഫർ ആണെന്ന് അവിടെ ഇവിടെയൊക്കെ പറയാൻ തുടങ്ങി. ഒരു ലേഡിയല്ലേ, എല്ലാവർക്കും അതിശയമാണ്, ഒരു ലേഡിയല്ലേ. അപ്പോൾ പിന്നെ എന്നോട് ഇവർ വന്നിട്ട് ചോദിച്ചു, ഷൈജ നാളെ രാജേഷിൻ്റെ ബോഡിയുടെ ഫോട്ടോ എടുക്കണം, എങ്ങനെ വരാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല ഇൻക്വസ്റ്റ് എന്തുവാണെന്ന്. അപ്പം ഞാൻ കരുതിയിരിക്കുന്ന മറ്റുള്ള 28 കെട്ട് കല്യാണം ഇതേപോലെയൊക്കെയുള്ള ചടങ്ങുകളുടെ ഫോട്ടോ എടുക്കുകയാണെന്നാണ് എൻ്റെ വിചാരം. അതേപോലെ എന്തോ ആണെന്നാണ്. ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞു. ആലോചിച്ചോണം, അതുവരെ ബോഡി എനിക്ക് ഭയങ്കര പേടിയുള്ള ഞാൻ രണ്ടും കൽപ്പിച്ച് വരാമെന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ആ പയ്യൻ ഒരു ജനസമ്മതിയുള്ള പയ്യനായതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് ബോഡി കൊണ്ടുപോകാനായിട്ട്. ഒത്തിരി ആൾക്കാർ അവിടെ രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അവിടെ അവരെല്ലാം മാറി നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, എന്താ വന്നേ? ഞാൻ പറഞ്ഞു, പിന്നെ രാജേഷിൻ്റെ ബോഡിയുടെ ഫോട്ടോ എടുക്കാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങളുടെ അവിടെ പുരുഷന്മാരാരും ഇല്ലേ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാറേ? ഇയാളെടുത്താലൊന്നും പറ്റില്ല, ഇത് പുരുഷന്മാരെടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ സാറേ? അപ്പം ഞങ്ങൾ തമ്മിൽ ഇച്ചിരി തർക്കമായി. അപ്പോൾ അവിടെ നിൽക്കുന്നവർ ചോദിക്കുന്നുണ്ട്, എന്താ ഷൈജയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി ഇറങ്ങി ആ ബോഡിയുടെ ബന്ധുക്കളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഒരു ലേഡിയെ കൊണ്ടൊന്നും ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ അടുത്ത് പുരുഷന്മാരാരും ഇല്ലായിരുന്നോ ഫോട്ടോഗ്രാഫർമാർ? പിന്നെ അന്നേരം ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അതൊരു ലേഡിയെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, നിങ്ങൾക്ക് ഈ ആളിനെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു. അപ്പം അവരെന്നെ വിളിച്ചിട്ട് പറയുന്നു, ബന്ധുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈജ അത് ഷൈജയെ കൊണ്ട് പറ്റത്തില്ലെന്നാണ് പോലീസുകാരൻ പറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യണം? പക്ഷെ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു, ഇവിടെ ഞാൻ തോറ്റുപോയാൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന അത്രയും പേരുടെ മനസ്സിൽ എന്നെക്കുറിച്ചൊരു നെഗറ്റീവായിരിക്കും വരുന്നത്. കാരണം അവളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ സാധിക്കില്ല എന്നായിരിക്കും വരുന്നത്. അപ്പം ഞാനിവിടെ തോറ്റു കൊടുക്കാൻ പാടില്ല, കാരണം എല്ലാ ഫോട്ടോയും എടുക്കുന്ന പോലെ തന്നെയല്ലേ ഇതും ഉള്ളൂ. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാനത് കൈകാര്യം ചെയ്തോളാം, ഞാൻ പറഞ്ഞോളാം, എൻ്റെ ജോലിയാണ് ഇതെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് പോലീസുകാരനോട് പറഞ്ഞു, സാറേ ഇതെൻ്റെ പ്രൊഫഷനാണ്. അന്ന് എനിക്ക് 20 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ ഇതെൻ്റെ ജോലിയാണ്, അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുത്തേ പറ്റൂ. ഞാനിത് കഴിയുമ്പോൾ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും, എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ പുള്ളി അങ്ങ് സമ്മതിച്ചു കേട്ടോ. സമ്മതിച്ച് അങ്ങനെ ഞാൻ ആ ബോഡിയുടെ ഫോട്ടോ എടുത്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻക്വസ്റ്റ്. അതോടുകൂടി എൻ്റെ സകല പേടിയും അങ്ങ് മാറി. എങ്ങനെ ഇൻക്വസ്റ്റ് എന്താണെന്നും എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നും എല്ലാം എനിക്ക് അവിടെ മനസ്സിലായി. പെണ്ണായതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട കുറേ സാഹചര്യങ്ങൾ ചേച്ചി ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു സാഹചര്യം പറഞ്ഞു. അല്ലാതെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് പെൺകുട്ടിയാണ്, ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടുള്ള? ഇല്ല, എനിക്കിതുവരെ ആ ഒരു സംഭവത്തോടു കൂടി അത് തീർന്നു. പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നവർക്ക് അവർക്ക് കോൺഫിഡൻ്റ് ആണ്, ഷൈജ എടുത്തിരിക്കും എന്നവർക്ക് അറിയാം. അതുകൊണ്ട് അത് വലിയ കുഴപ്പം വരുന്നില്ല. പക്ഷേ ചില പുറത്ത് നിൽക്കുന്നവർക്ക് അവർ ചോദിക്കും, അയ്യോ ഷൈജ എടുത്താൽ ശരിയാവുമോ? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റയറായിട്ടുള്ള കേസുകളിലൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതുവരെ മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടുണ്ട്, അത് എനിക്കിതിനിടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ അതിന് ശേഷം ഒരു 2 വർഷം എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-2.5 വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ പറ്റാതെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കയറുന്നത്. അപ്പോഴത്തേക്ക് ടെക്നോളജി മാറി, ഫിലിം ക്യാമറ എല്ലാം പോയി, ഡിജിറ്റലായി, മൊത്തം ടെക്നോളജി മാറിക്കഴിഞ്ഞ് ഞാനൊരു 5 വർഷത്തോളം വേറെ ഒരു സ്റ്റുഡിയോയിൽ നിന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛന് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കണം. അപ്പോൾ അച്ഛനെ നോക്കേണ്ടതുകൊണ്ട് അച്ഛനെയും കൂടെ ഇങ്ങ് കൊണ്ടുവന്നു. അപ്പം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം ചെയ്യൂ, നിനക്ക് സ്വന്തമായിട്ട് തുടങ്ങാവുന്നുണ്ടെങ്കിൽ, അത് വലിയ വിറ്റാണ് പറഞ്ഞു തന്നാൽ അത് കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. അത് മെയിനായിട്ട് സ്ത്രീകൾ ഒന്ന് ഫീൽഡ് പിടിച്ചു വരാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം. ഫസ്റ്റ്ലി ഞാൻ അതേപോലെ സ്ട്രഗിൾ ചെയ്ത് കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാപ്പ് ഒരു 2-2.5 വർഷത്തെ ഗ്യാപ്പ് വന്നു. പിന്നെ സെക്കൻഡ് ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് ടെക്നോളജി മാറി. അപ്പോഴത്തേക്ക് എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം സ്വന്തമായിട്ട് ഇടാനുള്ള ആ ഒരു സാമ്പത്തിക ശേഷി എനിക്ക് അന്നേരം ഇല്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ നിന്നു. എന്നിട്ട് അടുത്ത ട്രിപ്പ് ഞാൻ
ഈ അച്ഛൻ ഇങ്ങനെ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം സംഭവം എന്താ, ഞാൻ പറഞ്ഞു അയ്യോ ഒരു സ്റ്റുഡിയോ തുടങ്ങാനായിട്ടൊക്കെ ഉള്ള ഒരു ആംബിയർ എനിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിനക്ക് DTPയും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ, അപ്പം എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ, എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പം റെസിൻ ആർട്ടിൻ്റെ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഇടയ്ക്ക്, അല്ലാതെ എനിക്ക് വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. അത് പണ്ട് പോലെ ഉള്ളൊരു ശീലമാണ്, എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്, നീ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററോട് ഇടുന്ന് വീട്ടിലിരുന്ന് വർക്കൊക്കെ ചെയ്തു കൊടുക്കാം, DTP വർക്ക് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ബാങ്കിൽ ചെന്ന് പറഞ്ഞു, അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെനിക്ക് ലോണ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 42,000 രൂപ മതി മേഡം ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രിൻ്ററും ഒരു കമ്പ്യൂട്ടറും ഒരു നെറ്റ് കണക്ഷൻ, അതിനപ്പുറം വേണ്ട. അപ്പം വ്യവസായ വകുപ്പിൽ ചെന്നു, വ്യവസായ വകുപ്പിൽ നിന്ന് പ്രൊജക്റ്റും കാര്യങ്ങളും എല്ലാം തന്നു. അപ്പം ഈ മാഡം പറഞ്ഞു അയ്യോ ഷൈജ നിങ്ങൾ അന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക, വാടകയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് ഒരു എന്താ കടമുറി വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മേഡം എന്നാൽ വീടുള്ള വസ്തുവിൻ്റെ ആധാരം തരാം, അത് പറ്റില്ല. വീടില്ലാത്തതിൻ്റെ ആധാരം തരാം, അതും പറ്റില്ല. അവർക്ക് അതൊന്നും പറ്റില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു കടമുറി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് ഒരു കടമുറി എടുത്തു. അവിടെ ഒരു ഒഴിഞ്ഞു കിടന്ന കടമുറി, അതും വിറ്റാണ്. ആ കടമുറി എടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെന്തിനാ നിങ്ങൾ എടുക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു സ്റ്റുഡിയോ കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങാനാണെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞു ഇവിടെ എടുക്കരുത്, ഈ കടമുറിയിലിരുന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല, 6 മാസത്തിൽ കൂടുതൽ ഇരുന്നിട്ടില്ല, കാരണം ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു ലോണൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ കടമുറി തിരിച്ചു കൊടുക്കുക, വീട്ടിലിരിക്കാനല്ലേ നമുക്ക് ഉദ്ദേശം, അല്ലാതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഇവർ പറഞ്ഞു SSI രജിസ്ട്രേഷൻ വേണം, അത് വേണം, ഇത് വേണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ ആലപ്പുഴയിൽ പോയി, അപ്പോൾ എൻ്റെ അച്ഛനെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്, അച്ഛന് വയ്യാത്തതാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. അച്ഛൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് അച്ഛൻ മറിഞ്ഞ് വീടിനകത്ത് കിടക്കുക. ഞാൻ നിന്ന് കരഞ്ഞു, അത്രയ്ക്ക് കരഞ്ഞു കേട്ടോ, അത്രയ്ക്ക്. ഞാൻ ഒത്തിരി പൊട്ടി കരഞ്ഞ ദിവസം അത്. ഞാൻ ഒത്തിരി കരഞ്ഞു. പിറ്റേന്ന് പക്ഷേ ഞാൻ ഇതെല്ലാമായിട്ട് ബാങ്കിൽ വന്നപ്പം ആ മാനേജർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ലോണ് തരാൻ പറ്റില്ലെന്ന്. ഞാൻ ചോദിച്ചു എന്തോ പറ്റി മേഡം? അത് 1 വർഷത്തെ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞു. ഈ 42,000 രൂപ ലോണിനാണേ, ആലോചിച്ചോണം. അന്ന് എനിക്കതൊക്കെ വലുതാണ്. അപ്പം ഞാൻ അന്നേരം ആ കൗണ്ടറിൽ നിന്ന് ഞാൻ ഒത്തിരി കരഞ്ഞിടാ, ഒത്തിരി കരഞ്ഞു. ഞാൻ പറഞ്ഞു മേഡം പ്ലീസ് എനിക്കൊരു ലോണ് എനിക്ക് പിടിച്ച് നിൽക്കണം, തരാൻ പറ്റില്ലെന്ന്, നിങ്ങളൊന്ന് പോകാവോ? അങ്ങനെ 3-4 അടുത്ത് ഞാൻ ലോണിന് ചെന്നപ്പോഴും നമ്മളെ അങ്ങ് ഒരുമാതിരി അപജ്ഞയായിട്ടാണ് പറഞ്ഞു വിട്ടത്. അന്ന് എനിക്ക് സ്കൂട്ടറൊന്നുമില്ല, ഞാനൊരു സൈക്കിളേലാണ് പോകുന്നത്. അതും ഞാൻ സൈക്കിളോട്ട് എടുക്കുന്നത് 32-ാമത്തെ വയസ്സിലാണ് കേട്ടോ. അതെൻ്റെ കൂട്ടുകാരി അവളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയുടെ പഴയ സൈക്കിൾ ഇരുന്നത്, അതിപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. പഴയ സൈക്കിൾ ഇരുന്നത് അവളുടെ പൈസയ്ക്ക് അവൾ വാങ്ങിച്ചു തന്നു. ഇനി നീ നടക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൾ വാങ്ങിച്ചു തന്നു. ആ സൈക്കിളേലാണ് ഞാൻ സൈക്കിളോട്ട് പഠിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ എല്ലാം പോകുന്നത് സൈക്കിളേലാണ് പോകുന്നത്. അതിന് ഒത്തിരി. അപ്പോൾ ഓരോ ബാങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലോണ് തരാൻ എന്താ പറഞ്ഞോണ്ടാ ലോണ് തരണ്ടേ, വെറും അവജ്ഞയായിട്ട് എന്നെ പറഞ്ഞു വിട്ട ബാങ്കുകളുണ്ട്. അപ്പം ഈ ബാങ്കിൽ നിന്ന് ഞാൻ വെറുതെ ആ കൗണ്ടറിൽ നിന്നിട്ട് പറഞ്ഞു മേഡം നോക്കിക്കോ, ഒരിക്കൽ ഇവിടുത്തെ ഏറ്റവും നല്ല കസ്റ്റമർ ഞാനായിരിക്കും എന്നേ. ചുമ്മാതെ പറഞ്ഞതാട്ടോ, ഞാൻ വെറുതെ പറഞ്ഞ. ഞാനന്നേരം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ ആലോചിച്ചു ഭഗവാനെ ഞാൻ എന്ത് വിഡ്ഢിത്തരമായി പറഞ്ഞത്, എനിക്ക് അങ്ങനെയൊന്നും ആകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാൻ എന്ത് വിഡ്ഢിത്തരമായി പറഞ്ഞതെന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇനി പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പയ്യൻ അത് അവൻ വിളിച്ചിട്ട് പറഞ്ഞു ഷൈജ ചേച്ചി എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു ഇനി ആ കടമുറി നമ്മൾ തിരിച്ചു കൊടുക്കണ്ട, നമുക്ക് അവിടെ സ്റ്റുഡിയോ തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങനെ തുടങ്ങും? അന്നേരം പറഞ്ഞു അതൊന്നും ചേച്ചി അറിയണ്ട, ക്യാമറ ഞാൻ തരും, ബാക്കിയെല്ലാം ചേച്ചി റെഡിയാക്കിയോണോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കടമുറിക്കകത്ത് 6 മാസമല്ലേ തേക്കത്തുള്ളെന്നല്ലേ എല്ലാവരും പറഞ്ഞേക്കുന്നത്, ദോഷമുള്ള മുറിയല്ലേ. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ തന്നെ പെയിൻ്റ് അടിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5,000 രൂപയ്ക്ക് അങ്ങേപ്പുറം ചിലവാകരുത്, നമ്മുടെ കൈ പൊള്ളരുത്, ബിസിനസ്സിന് ഇറങ്ങി നഷ്ടമാണെങ്കിൽ പൊള്ളരുത്. എന്നിട്ട് ഞങ്ങൾ കർട്ടൻ വാങ്ങിച്ചിട്ടു. പിന്നെ അങ്ങനെ പലരുടെ സഹായത്തിൽ എൻ്റെ ഒരു ചേട്ടൻ അന്നേരം ജോലി കിട്ടി, ഞങ്ങളെല്ലാം പെയിൻ്റ് അടിച്ചു. അങ്ങനെ ഞങ്ങൾ തുടങ്ങി, കർട്ടനൊക്കെ ഇട്ടാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ എനിക്കൊരു വാശിയായിരുന്നു, വിജയിക്കണം എന്നുള്ളൊരൊറ്റ വാശി. ഒരു രാത്രി 12 മണി വരെ. അവിടെ നിന്ന് പറയുന്നത് ഇതേപോലെ റോഡ് സൈഡൊന്നും അല്ല, എൻ്റെ സ്റ്റുഡിയോ നിൽക്കുന്നിടം ഇതേപോലെ റോഡ് സൈഡൊന്നും അല്ല, കുറച്ചുകൂടെ അകത്തോട്ട് കയറിയ ഒരു പ്രദേശത്താണ്. അപ്പം എല്ലാവരും ചോദിച്ചു അപ്പം ഞാൻ സ്റ്റുഡിയോ തുടങ്ങാൻ പോയപ്പം അത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ആൻസറാണ്, മറ്റുള്ള
ഫോട്ടോഗ്രാഫേഴ്സ് മൊത്തം ജെൻസ് ആണല്ലോ. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവക്ക് നടക്കുമോ, ഇവളെ കൊണ്ട് എങ്ങനെ നടക്കുമോ, ഇവിടെ വീട്ടിൽ ആരെങ്കിലും ഫോട്ടോഗ്രാഫർമാരുണ്ടോ, ഇവിടെ അച്ഛൻ ഫോട്ടോഗ്രാഫറാണോ, ഇവക്ക് ആങ്ങളമാരുണ്ടോ, പിന്നെ ഭർത്താവ് ഫോട്ടോഗ്രാഫറാണോ, മക്കളുണ്ടോ, വലിയ മക്കൾ എങ്ങാനും ഉണ്ടോ, സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി അറിയാവുന്നവരുണ്ടോ, അല്ലെ തന്നെ ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നതിന് എത്ര ലക്ഷം രൂപ വേണം, ഇവക്ക് കുടുംബസ്വത്തുണ്ടോ, ചോദിച്ച ചോദ്യങ്ങളാണ്. അതും ഞാൻ അറിയത്തക്ക രീതിയിൽ എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രം ഇതൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് എന്നോട് പറയണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഒത്തിരി നെഗറ്റീവ്സ് ഫോട്ടോഗ്രാഫി മേഖലയിൽ നിന്ന് ആ ഒരു സമയത്തെത്തി. അപ്പം എനിക്കൊരു ഡൗട്ടുണ്ട്, ദൈവമേ എന്നെ കൊണ്ട് സാധിക്കുമോ. പക്ഷേ എനിക്ക് വാശിയായിരുന്നടാ. വാശിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാശിയായിരുന്നു. ഈ ലോണ് തരാവുന്ന ബാങ്കിൽ നിന്ന് തന്നെ കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും നല്ല കസ്റ്റമർക്കുള്ള അവാർഡ് വാങ്ങിച്ചത് ഞാനാണ്. ഏറ്റവും നല്ല കസ്റ്റമർക്കുള്ള അവാർഡ് വാങ്ങിച്ചു. പിന്നെ ആദ്യം ഒരു കടമുറി എടുത്തിട്ടുള്ളായിരുന്നു, ഇപ്പം 3 കടമുറി എടുത്തു. ദോഷമുള്ള കടമുറിയിൽ നിന്നല്ലേ? ദോഷമുള്ള കടമുറിയിൽ നിന്ന്. ചേച്ചി ഒരുപാട് മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അതിനകത്ത് ഏറ്റവും വിഷമം തോന്നി എടുത്തതോ അല്ലെങ്കിൽ എന്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഇപ്പൊ നേരത്തെ പറഞ്ഞു കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ വിഷമം വരും. ഏതെങ്കിലും ഒരു ഫോട്ടോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ? പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഇതേപോലെ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്ത ഫോട്ടോ. ഒരു കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് +1 പഠിക്കുന്ന ഒരു കുട്ടി ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത ഫോട്ടോ. ഞാൻ അറിയുന്നില്ല, എന്നെ വിളിച്ചു, ഫോട്ടോ എടുക്കാൻ വിളിച്ചു. ഞാൻ ചോദിച്ചു എവിടെ എത്തണ്ടേ, അത് ഇന്ന സ്ഥലമെല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുന്നു, ആരാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഈ കൂടുതലും നമ്മൾ അത് അറിയാതാടാ പോകുന്നത്. നമ്മളെ വിളിക്കും, ചിലപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും വിളിക്കുന്നത്. അപ്പം നേരെ ബാഗ് എടുക്കുക, പോവുക, അത്രയും മാത്രമേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇത് ലേഡിയാണോ, പുരുഷനാണോ, കുഞ്ഞാണോ, വൃദ്ധയാണോ എന്നൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അതുവരെ നമ്മളൊന്നും അറിയില്ല. അപ്പം അവിടെ ചെന്ന് ഇപ്പം ഞാനും പ്രതീക്ഷിക്കുന്നില്ല. പുറത്ത് ചെന്നപ്പോൾ ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട്, ഈ മതിലിന് പുറത്ത് ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട്. അപ്പം പറഞ്ഞു ഒരു ലേഡിയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം എനിക്കറിയില്ല. ഞാനാണെങ്കിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ഡോറ് അടച്ചിട്ടേക്കും. എൻ്റെ പോലീസൊക്കെ വന്നു, അകത്ത് ചെക്കിംഗ് ഒക്കെ നടക്കുന്നു. പിന്നെ കുട്ടിയുടെ മുറിയൊക്കെ പരിശോധിക്കുകയാണ്. അപ്പം ഈ ഡോറ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരാൾ ഓടി വന്നു, എൻ്റെ കൂടെ വന്നിട്ട് ഒരു പോലീസുകാരൻ ഡോറ് തുറന്നപ്പോൾ ഈ കുഞ്ഞ് യൂണിഫോമിൽ നിൽക്കുന്നത്. പെട്ടെന്ന് ഞാൻ എൻ്റെ മോനെ അങ്ങ് വിളിച്ചു പോയി കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, അത് ഉറങ്ങി നിൽക്കുന്ന കണക്ക് നിൽക്കുന്നു. എന്തോ എൻ്റെ മോനെ വിളിച്ചു. അപ്പോൾ പോലീസുകാരെല്ലാം എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്തു എന്ന് വേണം പറയാൻ. കാരണം ഞാനവിടെ ചെന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫറാണ്, എനിക്കവിടെ സെൻറ്റിമെൻറ്റ്സ് കാണിക്കാൻ പറ്റില്ല. എൻ്റെ ജോലിയായിട്ടാണ് ഞാൻ ചെന്നിരിക്കുന്നത്. അവിടെ ഞാനൊരു അമ്മയാണോ എന്നൊന്നും പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ 100-500 ഡെഡ് ബോഡീസിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരേ ഒരു ബോഡി അതാണ്. ആ ഉറങ്ങി ആ കുഞ്ഞ് നിൽക്കുന്ന ആ രംഗം, അത് നമ്മുടെ കേരളത്തിലെ കുട്ടിയല്ല, നോർത്ത് ഇന്ത്യൻ കുട്ടി ഏതോ ആയിരുന്നു അത്. അപ്പം ആ ഒരു രൂപം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴെൻ്റെ ചുറ്റും ഞാൻ നല്ല തിരക്കിലാണ്, എനിക്കൊന്നിനെക്കുറിച്ചും ആലോചിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ വന്നാലും ജോലിയും കാര്യങ്ങളും തിരക്കും, നാട്ടിലോട്ടിറങ്ങിയാലും എല്ലാവരും എനിക്കറിയാം, എല്ലാവരുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെക്കാട്ടി തിരക്ക്. അപ്പം നമുക്ക് കഴിഞ്ഞു പോയതൊന്നിനെക്കുറിച്ചും എനിക്ക് ഓർക്കാൻ നേരമില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ തിരക്കെല്ലാം ഒഴിയുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിൽ വരും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം ഓർക്കുമോ, ഞാൻ ഒറ്റപ്പെടുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ പലയിടത്തും കണ്ടുവന്നിരിക്കുന്നത് ഏകാന്തത. പല വീടുകളും നമ്മളെടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ പല വീട്ടിലും. മക്കളെ ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു, അവനെ ഏറ്റവും നല്ല സ്കൂളിൽ വിട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവനൊരിക്കലും എൻ്റെ അടുത്ത് നിൽക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ വേണ്ട. കാരണം അവരെ നമ്മൾ പഠിപ്പിച്ചത് ആ രീതിയിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല നീ ഉയർന്ന പൊസിഷനിലെത്തണം എന്നൊക്കെ അങ്ങോട്ട് അവരെ ഇൻസ്പയർ ചെയ്താണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അന്നേരം അവരെ നമ്മുടെ കൂടെ നിൽക്കുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഒരിക്കലും നമ്മൾ അച്ഛനമ്മമാർ പ്രതീക്ഷിക്കാൻ പാടില്ല. അതിനിപ്പോൾ എങ്ങനെ ആയാലും എങ്ങനെ പഠിച്ചാലും ശരി,
അപ്പം ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടേക്കാം ഭാവിയിൽ, നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല പല വീടുകളിലെ അവസ്ഥ വെച്ച്. ആ സമയത്ത് ചിലപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കുഞ്ഞായിരിക്കും. അതെനിക്ക് ഇപ്പോഴേ അറിയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട്? യൂണിഫോം ഇട്ട് നിന്നുകൊണ്ടാണ്? എന്താ മെയിൻലി ആ യൂണിഫോം ആണെന്ന് തോന്നുന്നു എന്നെ പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ അത് ഡോറ് തുറന്നു, ഞാൻ ഒരു മുതിർന്ന ഒരു ലേഡിയാണ് ഞാൻ പ്രതീക്ഷിച്ച് ചെല്ലുന്നത്. ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു കുട്ടിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഡോറ് തുറന്ന് അങ്ങോട്ട് കയറുമ്പോൾ കുഞ്ഞിങ്ങനെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ആ ഒരു രംഗം, അതും ഉറങ്ങി നിൽക്കുക. പെട്ടെന്ന് ഇതങ്ങോട്ട് അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ കുഞ്ഞെന്നറിയാതെ വിളിച്ചു പോയി. അതെന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അതിനെക്കുറിച്ച് അധികം അന്വേഷണം ഒന്നും നടന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ എവിടെന്നെങ്കിലും അവിടെ ഇവിടെ നിന്നൊക്കെ കേൾക്കുമല്ലോ, ഇന്നത് പറ്റിയതാണ്, ഇന്നതുപോലെ സംഭവിച്ചത്. അത് കൂട്ടുകാരുമായിട്ടുള്ള എന്തോ വഴക്കിട്ടതാണ് അവിടെ എന്നാണ് പറച്ചില്, അങ്ങനെയാണ് പറയുന്നത്. അല്ലാതൊന്നും നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ അതിന്റെ ബോഡി അങ്ങ് കൊണ്ടുപോയത് കൊണ്ട് നമുക്ക് അത്ര അത് അറിയത്തില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതെങ്ങനെ പറ്റുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഏറ്റവും റിസ്ക് ആയത് കേട്ടോ. ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തിൽ ഫോട്ടോഷോപ്പിൽ ഇട്ടൊന്നും ഒരു പരിപാടിയും നടക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോടതിക്ക് പോകേണ്ട കാര്യങ്ങളാണ്. ഈ വിലയേറിയ സമയം, അതായത് പെട്ടെന്നായിരിക്കുമല്ലോ അടുത്തടുത്തേക്കൊക്കെ വിളിക്കുന്നത്. അതറിയാൻ പറ്റില്ല ഇപ്പൊ എത്ര കോള് വന്നിട്ടുണ്ട്. ഇനി വേണം ചേച്ചിക്ക് ഫോൺ നോക്കാൻ. താങ്ക് യു സോ മച്ച്.